നമസ്കാരം എല്ലാ കുട്ടികൾക്കും ഗിരീഷ് സാറാണ്. പ്ലസ് ടു സേ തോറ്റ കുട്ടികളാണെങ്കിലും പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ചെയ്യുന്ന കുട്ടികളാണെങ്കിലും നല്ല മാർക്ക് മേടിക്കാനും ജയിക്കാനുമായിട്ട് നമുക്ക് ഉറപ്പുള്ള ചോദ്യങ്ങൾ തന്നെ വേണം. ചുമ്മാ വാരി വലിച്ച് രണ്ടു കൂട്ടരും വാരി വലിച്ച് പഠിച്ചിട്ട് യഥാർത്ഥത്തിൽ കാര്യമില്ല. പ്ലസ് വൺ റെഗുലർ കുട്ടികളാണെങ്കിൽ പ്ലസ് ടുവിനോടൊപ്പം എല്ലാ ചോദ്യങ്ങളും പഠിക്കാൻ പറ്റത്തില്ല. പ്ലസ് ടു സേല കുട്ടികളാണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് പരിമിതമായ ചോദ്യങ്ങൾ മാത്രമേ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മൾ എല്ലാ വട്ടവും ചെയ്യുന്നൊരു കാര്യം 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് എല്ലാത്തിനകത്തും നമ്മൾ ആദ്യത്തെ ബേസിക് കഴിഞ്ഞതിനൊക്കെ ശേഷം പതുക്കെ 55 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് കൊടുക്കും. എല്ലാ സബ്ജക്റ്റിലും കൊടുക്കുകയെ അത് സയൻസ് ആയിക്കോട്ടെ, കൊമേഴ്സ് ആയിക്കോട്ടെ, ഹ്യൂമാനിറ്റീസ് ആയിക്കോട്ടെ. അതിനൊരു ഉദാഹരണമാണ് ഇന്നത്തെ ഇങ്ങനെ വേണം പഠിക്കാൻ എന്നുള്ളതാണ്. ഉദാഹരണം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ഒക്ടോബർ പകുതിക്ക് ശേഷം വരുന്നുണ്ട്. ഗവൺമെന്റ് അത് പലർക്കും ഇപ്പോഴും സംശയമാണ്, ഇത് നടക്കുമോ സാറേ, ഇത് നടക്കൂല. ഗവൺമെന്റ് ഒരു സർക്കുലർ ഇറക്കിയിട്ടുണ്ട് ഒക്ടോബറിന്റെ പകുതിക്ക് ശേഷം ഇമ്പ്രൂവ്മെന്റ് ഉണ്ടെന്ന്. അതൊന്നും മാറ്റത്തില്ല. കാരണം അത് നേരത്തെ നടന്നിരുന്നതാണ്. കഴിഞ്ഞ 3 വർഷമായിട്ടില്ലെന്നേ ഉള്ളായിരുന്നു. അത് നേരത്തെ വർഷങ്ങളോളം 10-15 കൊല്ലത്തോളം എടുത്തുകൊണ്ടിരുന്നതാണ്. നമ്മൾ ഉൾപ്പെടെ ഓൺലൈനിൽ പോലും അത് എടുത്തുകൊണ്ടിരുന്നതാണ്. കോവിഡിന്റെ സമയത്ത് പോലും ഈ ഒക്ടോബർ സെപ്റ്റംബർ ബാച്ച് ഉണ്ടായിരുന്നു. അന്നേരം പ്ലസ് വൺ ഇമ്പ്രൂവ്മെന്റ് ഒക്ടോബറിന് ശേഷം നടക്കും. അന്നേരം പ്ലസ് വണ്ണിലെ ഇപ്പോൾ ഫിസിക്സിനകത്തെ 50 ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിൽ ഏറ്റവും സാധ്യത ഉള്ളൊരു ക്വസ്റ്റ്യൻ എന്ന രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ ഞാൻ ഇപ്പം പറയാം. ഇങ്ങനെ ആയിരിക്കും നമ്മുടെ എല്ലാ ക്ലാസ്സിലും കൊടുക്കുന്നത്. ഇപ്പം ഒരു ക്വസ്റ്റ്യനകത്ത് മോഷൻ ഇൻ എ പ്ലെയിൻ എന്ന് പറഞ്ഞ് 3ാമതൊരു ചാപ്റ്റർ മോഷൻ ഇൻ എ പ്ലെയിൻ. അതിനകത്ത് പ്രൊജക്റ്റൈൽ മോഷൻ, അതിനകത്ത് കുറേ ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കുക. എന്താണ് പ്രൊജക്റ്റൈൽ, പിന്നെ എക്സ്പ്രഷൻ ഫോർ മാക്സിമം ഹൈറ്റ്, ടൈം ഓഫ് ഫ്ലൈറ്റ്, ഹൊറിസോണ്ടൽ റേഞ്ച്, ഇതിൻ്റെ ഡെറിവേഷൻ, ഇതിൻ്റെ പ്രോബ്ലം. ഇതൊരു 90% അല്ലെങ്കിൽ 99% ഉറപ്പിക്കാവുന്നൊരു ചോദ്യമാണ്. ഇത് ക്വസ്റ്റ്യൻ അധ്യാപകർ ഈ കൺസെപ്റ്റ് മനസ്സിട്ടുകൊണ്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ഉറപ്പായിട്ട് വിടും. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒരു 50 ക്വസ്റ്റ്യൻ പഠിച്ചുകൊണ്ട് പോയാൽ നമുക്ക് അതിനകത്തൊരു 30 ക്വസ്റ്റ്യനോ 20 ക്വസ്റ്റ്യൻ കിട്ടിയാലോ നമുക്ക് ഡബിൾ പാസ് അല്ല, അതിൽ കൂടുതൽ മാർക്ക് മേടിക്കാൻ എളുപ്പമല്ലേ. ഇങ്ങനെ വേണം പഠിക്കാൻ. എന്നാൽ നിങ്ങൾ ചോദിക്കും സാറേ യൂട്യൂബിൽ ലൈവായിട്ട് നമുക്ക് അങ്ങ് ക്ലാസ് ഇട്ട്, നമുക്ക് അതിനുള്ള സമയപരിധികൾ ഒരുപാടുണ്ടായിരിക്കും. കാരണം നമുക്ക് കുറച്ച് സമയമേ ഉള്ളൂ. ആ സമയത്തിനുള്ളിൽ ഈ പറഞ്ഞ ക്ലാസ്സും നോട്ട്സും ഒക്കെ നമുക്ക്, അതുകൊണ്ടാണ് നമുക്ക് സെപ്പറേറ്റ് ആയിട്ടുള്ള ബാച്ചസും ഒക്കെ ഉള്ളതാണ്. എല്ലാ ദിവസവും ബാച്ചസ് തുടങ്ങി, ഇപ്പോൾ നമ്മൾ ക്ലാസ്സസ് എല്ലാം തുടങ്ങി. ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ നല്ല ക്രീം പോലെ നിങ്ങൾക്ക് തരുമ്പം അത് അടിപൊളിയായിട്ട് പഠിക്കാനും എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് നല്ല മാർക്ക് സ്കോർ ചെയ്യാം. അത്തരം നിങ്ങളുടെ ബാച്ചസ് ചേരേണ്ടവർക്കെല്ലാം ഇതേപോലെയാണ് നമ്മുടെ ക്ലാസ്. സിമ്പിൾ നോട്ട്സും ഇതുപോലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും എല്ലാം അതിനകത്ത് പിന്നീട് തരും. അത്തരം നിങ്ങളുടെ പേരും ഡിസ്ട്രിക്റ്റും വാട്സപ്പ് ഏതൊക്കെ സബ്ജക്ട്സ് ആണെന്ന് പറഞ്ഞാൽ മതി, നിങ്ങളുടെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യും, ക്ലാസ് ഒന്ന് തുടങ്ങും. ടെൻഷൻ ഇല്ല, ജയം ഉറപ്പിച്ചു. 100%. നെവർ എവർ ഗിവ് അപ്പ്.